ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഈ ചക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇടുക. 3/4 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, 2.5 ഗ്ലാസ് വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വെച്ച് 2 വിസിൽ കയറ്റിയെടുക്കുക. ചക്ക അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും അരപ്പിനുള്ള സാധനങ്ങൾ തയ്യാറാക്കണം. 2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ചെറിയ ഉള്ളി, 6-7 വെളുത്തുള്ളി ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കണം. കുക്കർ തുറന്ന് വെക്കുക. ഇപ്പം ചക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഈ ചക്ക ഒന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പം ചക്കരിശ്ശേരീൻ്റെ 3/4 ഭാഗം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. അതിന് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് ചക്കരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അടിപൊളി ചക്കരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ ഉച്ചക്കലത്തെ ഊണിലുള്ള കറി ഈ ചക്കരിശ്ശേരി തന്നെയാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ട് ഞാൻ ചോറ് വിളമ്പുള്ളതും കൂടി കാണിച്ചു തരേ. ചക്കരിശ്ശേരിയും ഒരു ചക്കക്കുരും കയ്പ്പയ്ക്കും കൂടിയുള്ളൊരു മെഴുക്ക് പുരട്ടി, ചോറ്, മത്തി വറുത്തത്, ഒരച്ചാറ്, പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.